ഇന്നിവിടെ നല്ല സ്നോയും തണുപ്പും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഡിന്നറിനായിട്ട് ഒരു തായ് സൂപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഗലാഞ്ചിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചില്ലി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഫിഷ് സോസ് എടുത്തു. പിന്നെ കുറച്ച് ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ തായ് ചില്ലി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ നാരങ്ങയുടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഒരു 20 ഷ്രിമ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ലെമൺ ഗ്രാസ് ആണ്. ഇപ്പോൾ എല്ലായിടും ഇത് കിട്ടും. പിന്നെ ഫ്രഷ് മഷ്റൂം എടുത്തിട്ടുണ്ട്. പിന്നെ കൊറിയാൻഡർ ലീവ്സ് മല്ലിയില എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു 10 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. കുറച്ച് തോനെ വേണമെങ്കിൽ അങ്ങനെ വെള്ളം ചേർക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ ഈ ഗലാഞ്ചലാണ് ഇട്ടിരിക്കുന്നത്. അത് ചിത്തരത്തെ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചി ഇടാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം മഷ്റൂമും ഈ ലെമൺ ഗ്രാസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അതിനെ ഒന്ന് ഇങ്ങനെ വേവിക്കണം. അപ്പോൾ അതിന് നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ഈ ഗലാഞ്ചൽ എന്ന് പറയുന്നത് ശരിക്കും തായ് കുസീനിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നല്ലൊരു മണം വരുമ്പോൾ അതിലേക്ക് നമുക്ക് ലെമൺ ജ്യൂസും ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കാം. തായ് ചില്ലി, പിന്നെ ചില്ലി പേസ്റ്റ്, ഫിഷ് സോസ്, ഷുഗർ, ഇതെല്ലാം കൂടെ അവിടെ ബാക്കിയിരിക്കുന്ന എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഷ്രിമ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഷ്രിമ്പ് ഒരുപാട് ഇട്ട് വേവിച്ച് കളയരുത്. ഷ്രിമ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റേ കുക്ക് ചെയ്യാവുള്ളൂ. എന്നിട്ട് ഇതിനെ നമുക്ക് ഒരു ലിഡ് വെച്ച് അടച്ച് ഒന്നുകൂടെ ഒന്ന് ബോയിൽ ചെയ്യാം. അതിന് ശേഷം ഇതിനെ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ സ്പ്രിംഗ് അനിയനും നമ്മുടെ കൊറിയാൻഡർ ലീവ്സ് ഇല്ലേ, മല്ലിയിലയും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നമുക്ക് അടുപ്പ് ടേൺ ഓഫ് ചെയ്യാം. ഇത് ശരിക്കും ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ബ്രെഡും സൂപ്പും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ബൗളിലോട്ട് സെർവ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിലും കൂടെ കുറച്ച് മല്ലിയില ഇട്ട് സെർവ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ തണുപ്പ് സമയത്ത് ഇത് ഒന്നാം തരമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.